അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു സെഷനാണ് ഇതെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എനിക്ക് ആവുന്ന രീതിയിൽ അത് നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അബ്ദുറഹീം, എൻ്റെ സ്വദേശം ഇടപ്പള്ളിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ അധികം വർഷങ്ങളായി ജോലി ചെയ്യുന്നു. ഈ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ അത് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കുറേ അധികം വിഷയങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ വിഷയങ്ങളുണ്ടായി വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തും, പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഓരോരോ പ്രസൻറ്റേഷനുകളുണ്ടായി വരുന്നത്. ഇപ്പോൾ നമുക്ക് സമയം വളരെ കുറവാണ്. ഏതായിരുന്നാലും പ്രായോഗിക ചന്ദ്ര നിരീക്ഷണം എന്ന ഒരു സെഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പ്രായോഗിക ചന്ദ്ര നിരീക്ഷണം എന്നാണ് നമ്മുടെ വിഷയത്തിൻ്റെ പേര്. ഈ ഇവിടെ ഇരിക്കുന്നതിൽ ചന്ദ്രനെ കാണാത്തതായി ആരും ഉണ്ടാവില്ല. ചെറുപ്പകാലം മുതലേ, വളരെ കുഞ്ഞുനാൾ മുതലേ ഇതിനെ കാണിച്ച് ഭക്ഷണം ഉമ്മമാർ ഭക്ഷണം കൊടുക്കാനും അതിനൊക്കെ ഈ ചന്ദ്രൻ ഉപയോഗിച്ചിട്ടുള്ളതല്ലാതെ ഇത് നമ്മുടെ തീയതികളാണ്, ഇത് പിൽക്കാലത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ള കാര്യത്തിൽ അക്കാര്യത്തിൽ ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും നമുക്ക് ഇത് മനുഷ്യർക്ക് തീയതികളാണ്. അതിവിടെ പല പണ്ഡിതന്മാരും പറഞ്ഞു കഴിഞ്ഞു. യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഇത് ഈ ചന്ദ്രനെ ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ വലുതായപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ നേതാക്കളോടോ പണ്ഡിതന്മാരോടോ ചോദിച്ചിട്ടില്ല. എന്താണ് ഈ ചന്ദ്രൻ്റെ അഹില്ലത്ത് എന്താണെന്ന് നമ്മളിൽപ്പെട്ട ആരും അല്ലെങ്കിൽ ആരും ചോദിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ പൊതുവെ അറബിയെ കുറിച്ച് പറയുമ്പോൾ അറബികൾ വരെ ഒന്നും ബുദ്ധിയില്ലാത്തവരാണ്, ഒന്നും അറിയാത്തവരാണ്. പക്ഷെ അവർ ചോദിച്ചു റസൂലിനോട്. എന്നിട്ട് റസൂൽ കൃത്യമായ ഉത്തരവും കൊടുത്തു. എന്താണ് അത്? നിങ്ങൾക്ക് തീയതികളാണ്. ആ ഉത്തരവ് കൊടുത്തതിന് ശേഷം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ അവരെക്കാൾ ബുദ്ധിമാന്മാരായ, അവരെക്കാൾ സാങ്കേതിക മികവ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമുക്കിപ്പോഴും ഈ സംശയം തീർന്നിട്ടില്ല. അതാണ് നമ്മുടെ ഒരു ദുരവസ്ഥ. വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആകാശഗോളങ്ങളും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഇത് ഭൂമിയുടെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുള്ള സ്വയം ഭ്രമണം മൂലം ഉണ്ടാകുന്ന ഒരു പ്രത്യക്ഷ ചലനം മാത്രമാണ്. ഇത് പറയാൻ കാരണം പല ആളുകളും ധരിച്ചിട്ടുള്ളത് പടിഞ്ഞാറാണ് ചന്ദ്രൻ ഉദിക്കുന്നതെന്നാണ്. അല്ലേ? ഒരുവിധ കുറേ അധികം ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവണം നിങ്ങളുടെ മനസ്സിൽ. എന്താണ്? എല്ലാ ഗോളങ്ങളും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇതാർക്കും അറിയാൻ പാടില്ലാതെ തോന്നുന്നുണ്ടാവും. പക്ഷേ ചന്ദ്രൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്നത് പടിഞ്ഞാറല്ലേ? ബാക്കിയെല്ലാം ഞങ്ങൾ സമ്മതിച്ചു, കിഴക്കുന്ന് സൂര്യൻ ഉദിക്കുന്നു, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷെ ചന്ദ്രൻ ഇപ്പോഴും ഉദിക്കുന്നത് പടിഞ്ഞാറുന്നാണെന്നുള്ള ധാരണ നമ്മുടെ ഇടയിൽ, നമ്മുടെ കൗമിനിടയിൽ, നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നാം ദിവസേന ചന്ദ്രനെ നിരീക്ഷിച്ചാൽ അതിൻ്റെ രൂപത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അഥവാ ചന്ദ്രക്കലകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചന്ദ്രമാസത്തിൻ്റെ ചന്ദ്രൻ പൂർണ്ണമായും മറയുന്ന ഒരു ഘട്ടമുണ്ട്. ഭൂമിയിലുള്ളവർക്ക് ചന്ദ്രനെ ദൃശ്യമാകാത്ത ഈ പ്രതിഭാസത്തെയാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ നേരത്തെ ഒരാൾ ചോദ്യം ചോദിച്ചു, ഈ ന്യൂമൂൺ എന്നത് ഒരു നിമിഷ നേരത്തേക്കല്ലേ ഉണ്ടാകുന്നത്,
അതുകൊണ്ട് എങ്ങനെയാണ് ദിവസം മുഴുവനും അതിന് കാണാതാകുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഒരു ദിവസമല്ല, ഏകദേശം 2 ദിവസത്തോളം ചന്ദ്രനെ കാണാതെയാകും ഭൂമിയിൽ നിന്ന്. കാരണം ചന്ദ്രനെ നമുക്ക് കാണണം അവസ്ഥ ഉണ്ടാകണമെങ്കിൽ സൂര്യനിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 24 ഡിഗ്രി 24 മണിക്കൂറെങ്കിലും അകലം, 12 ഡിഗ്രി അകലം ഉണ്ടാവണം. അത് പിന്നീട് വരുന്നുണ്ട്. 12 ഡിഗ്രി അകലമുണ്ടായാലാണ് ഈ ചന്ദ്രൻ നമുക്ക് ദൃശ്യയോഗ്യമാവുകയുള്ളൂ. 12 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഉർജൂനുൽ ഖദീം, അതിന് അവസാനം കാണുന്ന ഹിലാൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 20 മണിക്കൂർ കഴിഞ്ഞാലാണ് ഈ ന്യൂമൂൺ എന്ന നിമിഷത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഗ്രഹണം സംഭവിക്കുന്ന ആ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതൊരു നിമിഷം നേരത്തേക്കാണ്. പക്ഷേ 12 ഈ പറയുന്ന ഒരു ദിവസം മുമ്പേ, കാരണം ഈ 12 ഡിഗ്രി അകലം ഇത് തമ്മിലുണ്ടായി, ഇനി അത് അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണില്ല. അപ്പോൾ ഇത് ന്യൂമൂൺ സംഭവിക്കുന്നതിന് മുൻപ് 20 മണിക്കൂറും ന്യൂമൂൺ സംഭവിച്ചതിന് ശേഷം 20 മണിക്കൂറും ഇതിനെ കാണാതെയാകും. അതാണ് ഏകദേശം 2 ദിവസം ചന്ദ്രനെ കാണില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. നമ്മൾ ചില കലണ്ടറുകളൊക്കെ കാണാൻ പറ്റും, 2 ദിവസം അമാവാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ഡോട്ട് കലണ്ടറല്ല, നമ്മുടെ കലണ്ടറല്ല, മറ്റുള്ള മാതൃഭൂമി മനോരമ പോലുള്ള കലണ്ടറുകളിൽ അത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ കാര്യം, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അമാവാസിയെ, യഥാർത്ഥ അമാവാസിയെ നാം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? അതൊരു കൃത്യമായൊരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഗ്രഹണ സമയത്താണെങ്കിൽ ആ ഗ്രഹണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക സൂര്യനെ ചന്ദ്രൻ മറികടക്കുന്നു എന്നുള്ളത്. ഇതെല്ലാ മാസവും സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് ദൃശ്യയോഗ്യമല്ല. ആ ഒരു സംഭവമാണ്, ആ സംഭവം ഏത് ദിവസത്തിൽ നടക്കുന്നുവോ, ന്യൂമൂൺ അല്ലെങ്കിൽ കൺജങ്ഷൻ എന്ന ആ ഒരു പ്രതിഭാസം ഏത് ദിവസത്തിൽ നടക്കുമോ, ആ നിമിഷം ഏത് ദിവസത്തിലാണോ ഉള്ളത് ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മുടെ ചന്ദ്രമാസത്തിൻ്റെ 1. ഈ ചന്ദ്രമാസം എന്നുള്ള ടേം ഇച്ചിരി പ്രശ്നമാണ്. കലണ്ടറാകെ ചന്ദ്രമാസം ഉള്ളൂ, പക്ഷേ സൂര്യൻ്റെ സഹായമില്ലെങ്കിൽ ചന്ദ്ര കലണ്ടർ ഇല്ല. അത് പിന്നീട് പറയാം. അപ്പോൾ എല്ലാവരും സോളാർ കലണ്ടർ വേറെ, ലൂണാർ കലണ്ടർ വേറെ എന്നുള്ള ഒരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും അടങ്ങിയാലാണ് ഈ ചന്ദ്രമാസ കലണ്ടർ, നമ്മൾ പറയുന്ന ചന്ദ്രമാസ കലണ്ടർ പൂർണ്ണമാവുകയുള്ളൂ. പക്ഷെ അത് ഇവിടെ പല ആളുകളും സോളാറിനെ മാറ്റിവെച്ചു, ഇത് ലൂണാറാക്കി, സോളാർ ക്രിസ്ത്യാനികളുടെ ആക്കി, പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഖുർആൻ വചനം തന്നെ ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്. അപ്പോൾ അവിടെ സൂര്യനുണ്ട്, സൂര്യനെ വിളക്കാക്കി, ചന്ദ്രനെ പ്രകാശമാക്കി, അതിന് മഞ്ജിലുകൾ നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുവാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് എന്താണ് ഇത് വന്നല്ലോ. ഇപ്പോൾ സൂര്യൻ മസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിലാണ് കലണ്ടർ ഉണ്ടാവുകയുള്ളൂ. ചന്ദ്രൻ മാത്രമായിട്ട് ഒരു കലണ്ടറില്ല, സൂര്യൻ മാത്രമായിട്ടും ഒരു കലണ്ടറില്ല. സൂര്യനെ ആധാരമാക്കി ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം വലം ചെയ്യാൻ ശരാശരി 29.53 ദിവസങ്ങൾ എടുക്കുന്നു. ഈ കാലയളവിനെയാണ് ഒരു ചാന്ദ്രമാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 29.53 ശരിക്കും ഒരു വട്ടം പൂർത്തിയാക്കാൻ വേണ്ടി, ഒരു ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ എടുക്കുന്ന സമയം. പക്ഷെ അത് കലണ്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ ദിവസങ്ങളാണല്ലോ, ദിവസവും തീയതിയും കൂടിയതാണ് കലണ്ടർ. അതുകൊണ്ടിട്ട് തന്നെ അത് 29 ദിവസത്തിൻ്റെയോ 30 ദിവസത്തിൻ്റെയോ ദിവസങ്ങൾ വീതമുള്ള മാസങ്ങളായിരിക്കും ഉണ്ടാകുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസവും വ്യത്യസ്തമായ ആകൃതിയിലും കോണകലത്തിലും കാണപ്പെടുന്ന ചന്ദ്രൻ്റെ ഘട്ടങ്ങൾ മനുഷ്യന് തീയതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശരിക്കും അത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഒരുപാട് ഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആകാശത്തുണ്ട്. പക്ഷേ ഈ ചന്ദ്രന് മാത്രം ഇങ്ങനെ ഒരു വൃതിക്ഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത് കൃത്യമായി ആ തീയതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണുള്ളത്. അല്ലെങ്കിൽ സൂര്യൻ കാണുന്ന പോലെ ഇങ്ങനെ പ്രകാശിച്ച് കണ്ടാൽ മതിയല്ലോ.
അപ്പോൾ അതിന് അഹില്ലത്ത് മനാസിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം അതിൻ്റെ തീയതികളും അതേ കൊല്ലങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നോക്കി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ അതിനെ സംവിധാനിച്ചിട്ടുള്ളതെന്ന് ഇത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആകൃതി എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ റൂമിൽ വളരെ എന്താ പറയുക, സാധാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു എന്താണ് അതിന് പറയുക, ഇൻഷാ അല്ലാഹ് പിന്നെ വ്യക്തമാക്കാം. അതിൻ്റെ ഒരു കോൺടെസ്റ്റ്. എല്ലാ കാര്യത്തിലും തർക്കമുള്ള ആൾക്കാരാണ് നമ്മൾ. ഏത് വിഷയം എടുത്താലും നമുക്കതിനകത്ത് തർക്കമുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം പല രീതിയിലുള്ള തർക്കം ഉണ്ടായിരുന്നു. എന്താ പറയുക, സംഘടനവരോട് കുറച്ച് പറഞ്ഞു പോവാണ്, ഹിലാൽ കമ്മിറ്റി അല്ലെങ്കിൽ ഖാദിമാരായിട്ട്. ഇപ്പോൾ ഹിജ്രി കമ്മിറ്റി വന്നപ്പോൾ നിങ്ങളത് 2 എന്നുള്ളത് 3 ആക്കിയില്ല, അതാണ് അവരുടെ പ്രശ്നം അല്ലേ? 2 എന്നുള്ളത് 3 ആക്കിയില്ലേ? ഞങ്ങൾ 2 തൃപ്തിപ്പെട്ടിരുന്നതാണ്. ഇതാണ് ഇവരിപ്പോൾ നമ്മുടെ പേരിലുള്ള ആരോപണം. എന്തോട്ടെ, അപ്പോൾ എല്ലാം കൃത്യമായി മനസ്സിലാക്കുക. ചന്ദ്രൻ്റെ കലകൾ എപ്പോഴും വർദ്ധിച്ചു വരുന്നതോ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതോ ആയിരിക്കും. അതുകൊണ്ടാണ് ചന്ദ്രക്കലകളെ വൃദ്ധിക്ഷയങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിലുള്ളവർക്ക് അധികരിച്ചു വരുന്നതായും മാസമധ്യത്തിൽ പൂർണ്ണമാവുകയും ശേഷം 2ാം പകുതിയിൽ ക്ഷയിച്ചു വരുന്നതായും കാണാം. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ല, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ വർക്ക് നടക്കുന്നത് എന്തായാലും അൽഹംദുലില്ലാ. അല്ല, നമ്മൾ ഈ വായിലുള്ള പറ്റിക്കൽ മാത്രമുള്ള ചോദിക്കണേ. അല്ല, സാധാരണ ഇതിപ്പോൾ ആർക്കാ അറിയാൻ പാടില്ല ചോദിക്കും, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഖുർആനിലെ തെളിവോടെ അല്ല ഹദീസോടെ എന്ന് ചോദിക്കും. ഇതെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്, കണക്കൊക്കെ ശരിയാണ്, പക്ഷെ ഹദീസ് എവിടെ എന്ന് ചോദിക്കും. മാസാവസാനം അമാവാസി എന്നറിയപ്പെടുന്ന ചന്ദ്രൻ്റെ ഘട്ടത്തെ ഭൂമിയിലുള്ളവർക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ സൂര്യനെ മറികടക്കുന്നത് നേരിട്ട് തന്നെ മനുഷ്യർക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാസമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ത്? ഈ കൺജങ്ഷൻ സംഭവിക്കുക എന്നുള്ളത്. അത് കാണില്ല, സ്വാഭാവികമായിട്ടും ആർക്കത് കാണാൻ സാധിക്കില്ല. അത് കാണാൻ പറ്റാതെ എന്തുകൊണ്ടാ? കാണാൻ പറ്റാത്തത് ഈ 12 ഡിഗ്രി എന്നുള്ളത് കുറയും, സൂര്യൻ്റെ അടുത്തേക്ക് ചന്ദ്രൻ വരും. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആധിക്യത്താൽ ഇൻറ്റൻസിറ്റിയിൽ അതിനെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഗ്രഹണ ദിവസം നമുക്ക് നേർക്ക് തന്നെ നട്ടുച്ചക്കാണ് അത് കാണുന്നത്. എവിടെയാണോ ഗ്രഹണം സംഭവിക്കുന്നത് അവിടെ നേർക്ക് നോക്കിയാൽ അത് മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ സംഭവം നാം നേരിട്ട് കണ്ടുകൊണ്ടിട്ട് തന്നെ പിന്നെ ആ ഹിലാല് വൈകുന്നേരം ചക്രവാളത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം പെരുന്നാളാക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്യുന്നൊരു പ്രതിഭാസം ഇവിടെ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. നേർക്ക് നേരെ കാണുന്നു മാസം മാറുന്നത്. ഗ്രഹണ ദിവസം മാസം മാറി എന്ന് നേർക്ക് നേരെ മനസ്സിലായിട്ട് പോലും ഇവർ വീണ്ടും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചന്ദ്രക്കലകളെ പ്രൈമറി ഫേസസ്, സെക്കൻഡറി ഫേസസ് എന്നീ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ പ്രൈമറി ഫേസസിൽ പെടുന്നതാണ് ന്യൂ മൂൺ, ഫസ്റ്റ് ക്വാർട്ടർ, ഫുൾ മൂൺ, ലാസ്റ്റ് ക്വാർട്ടർ. സെക്കൻഡറി ഫേസ് ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫുൾ മൂൺ, ന്യൂ മൂൺ എന്ന് പറയേണ്ടത് തീരെ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഈ കൺജങ്ഷൻ സംഭവിക്കുന്ന ദിവസം ഈ രീതിയിലായിരിക്കും. പിന്നെ ആദ്യത്തെ ക്വാർട്ടർ, ആ ക്വാർട്ടർ സംഭവിക്കുന്നത് ഏകദേശം 7ാമത്തെ ദിവസമായിരിക്കും. ഈ രീതിയിൽ നമ്മുടെ തലക്ക് മുകളിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മുടെ തലക്ക് മുകളിലായിട്ട് ഈ രീതി 7ാമത്തെ കാലം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു 15 ദിവസം, മാസം ആരംഭിച്ച് 15 ദിവസവും കഴിയുമ്പോൾ മാസമധ്യത്തിൽ ഫുൾ മൂൺ കാണാൻ പറ്റും. ശേഷം 21-ാം തീയതി ഈ രീതിയിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായി കിഴക്കേട്ട് ഫേസ് ചെയ്തുകൊണ്ടിട്ട് ഈ ഫേസിനെ കാണാൻ സാധിക്കും. അതാണ് പ്രൈമറി ഫേസസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അടുത്തതാണ് ഇത് സെക്കൻഡറി ഫേസസ്. സെക്കൻഡറി ഫേസസ് എന്ന് പറയുന്നത് വാക്സിൻ ക്രസൻറ്റ്, വാക്സിൻ ഗിബ്ബസ്. വാക്സിൻ ഗിബ്ബസ് എന്ന് പറയുന്നത്, ഈ വാക്സിൻ ക്രസൻറ്റ് എന്ന് പറയുന്നത് ന്യൂമോൺ കഴിഞ്ഞ് പിന്നെ 1-ാം ചന്ദ്രക്കല, 2-ാം ചന്ദ്രക്കല, 3-ാം ചന്ദ്രക്കല, അങ്ങനെ 7 വരെ ഇതുണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. 7 കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദ്രക്കലകളുടെ ആ ഒരു കൃത്യമായ രൂപം മാറിപ്പോവും. പിന്നെ ഉണ്ടാകുന്നത് വാക്സിൻ ഗിബ്ബസ്. അങ്ങനെ അതെവിടം വരെയാവും? 15 വരെ അങ്ങനെ തുടരും. പിന്നെ 15-ന് ശേഷം വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങും. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് തടി വെക്കുക, വെയിനിങ് എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോവുക. ഇതാണ് അതിൻ്റെ ക്ഷയിച്ചു പോവുക, ഇതാണ് ഉദ്ദേശം. ഈ വെയിനിങ് ഗിബ്ബസ് ഇതിന് ശേഷം, ന്യൂമോണിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് വെയിനിങ് ഗിബ്ബസ് ആണ്. എന്ന് പറഞ്ഞാൽ തേഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 21 വരെയോ 22 വരെയോ ഉണ്ടാകും. പിന്നെ വീണ്ടും അത് ഹിലാലിൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് അത് അവസാനിക്കുന്നു. ഉർജുൽ കദീം അവസാനിക്കുന്നു. വളരുന്ന ചന്ദ്രക്കലകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ന്യൂമോൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വളരാൻ തുടങ്ങുകയാണ്. 1-ാം ദിവസം മുതൽ ചന്ദ്രനിരീക്ഷണം നടത്തേണ്ടത് സൂര്യാസ്തമന ശേഷമാണ്. സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് ദൃശ്യമാകുന്ന ചന്ദ്രക്കലയുടെ ചിത്രീകരണങ്ങൾ കാണുക. വളരുന്ന ചന്ദ്രക്കലകൾ. മാസമാറ്റത്തിൻ്റെ ആദ്യ പകുതിയിൽ ചന്ദ്രൻ ദിവസവും സൂര്യനിൽ നിന്ന് 12 ഡിഗ്രി വീതം അകന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടങ്ങളെ വളരുന്ന ചന്ദ്രക്കലകൾ, വാക്സിൻ ക്രസൻറ്റ് എന്ന് വിളിക്കപ്പെടുന്നു. ഈ ചന്ദ്രക്കല രൂപീകരണ പ്രക്രിയ 7 ദിവസം വരെ തുടരും. സൂര്യാസ്തമനത്തോടെ ഇത് പടിഞ്ഞാറൻ ചക്രവാളത്തിന് മുകളിൽ പ്രത്യക്ഷമാകും. അവിടെ അത് കാണുന്നുണ്ട്. അത് വലുതായി, ഈ ബ്ലാക്ക് നോക്കിയാൽ അത് വലുതായി വന്നാൽ നോക്കിയാൽ മതി. ഇത് ഒരു ടിപ്സാണ്. നമ്മളെങ്ങനെയാണ് ചന്ദ്രൻ നിരീക്ഷിക്കേണ്ടത്. അത് ഒരു ചന്ദ്രൻ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അലിമൺ ഇഖ്ബാൽ സാറാണ്. അദ്ദേഹത്തിനെ ഈ ഒരു വേദിയിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ആണ് ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ചന്ദ്രമാസത്തിൻ്റെ 5, 6, 7 ദിവസങ്ങളിലെ നിരീക്ഷണത്തിലൂടെ മാസം 29 ദിവസത്തിൻ്റെയോ അല്ലെങ്കിൽ 30 ദിവസത്തിൻ്റെയോ എന്ന് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതാ, എല്ലാ ദിവസവും ചന്ദ്രൻ 6 വിരലുകളുള്ള ദൂരം. 6 വിരലുകളുടെ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള 6 വിരലിൻ്റെ ദൂരം. ഇതാണ് 6 വിരൽ. മനസ്സിലാവുണ്ടാവും അല്ലേ? ഇതാണ് 12 ഡിഗ്രി. ഒരു വിരൽ 2 ഡിഗ്രി. അപ്പോൾ അങ്ങനെ 6, അതാണ് ആദ്യത്തെ കല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന അർത്ഥം. ഇപ്പം കൃത്യമാണ്. ഇപ്പം നാളെപ്പെട്ട് എല്ലാവരും വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്ന് പറയരുത്. കാരണം ഇത് കുറേ കാലത്തെ നിരീക്ഷണത്തിൽ കൂടി അദ്ദേഹം കണ്ടെത്തിയ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഞാൻ വല്ലാതെ നോക്കാൻ പോയിട്ടില്ല. പുള്ളിയുടെ ആ എഫേർട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാ ദിവസവും ചന്ദ്രൻ 6 വിരലുകളുടെ ദൂരം 12 ഡിഗ്രി വരെ സഞ്ചരിക്കുന്നു. 30 ദിവസത്തിന് മാസങ്ങളിൽ ഇത് 5 മുതൽ 6 വിരലുകൾ വരെയാകാം. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിരീക്ഷകൻ്റെ തലയ്ക്ക് മീതെ കാണാം. നേരത്തെ പറഞ്ഞത് ആ രീതിയിൽ സൂര്യൻ ഏത് ഭാഗത്താണോ അസ്തമിക്കുന്നത് ആ ദിവസം, 7-ാം ദിവസമാണെങ്കിൽ ആ ദിവസം മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേർപകുതിയിൽ പ്രകാശിച്ചതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഈ പകുതി ചന്ദ്രൻ പിന്നെ അത് വലുതാവുന്നതും ചെറുതാവുമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ തീയതികളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിരീക്ഷകൻ്റെ തലക്ക് മീതെ കാണാം. ചന്ദ്രൻ്റെ പകുതിയോളം പ്രകാശിത വശം പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണോ സൂര്യൻ അസ്തമിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൂര്യൻ്റെ സഹായം ഇവിടെ വേണം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സൂര്യപ്രകാശം കൊണ്ടാണ് ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂര്യപ്രകാശമില്ലെങ്കിൽ നമുക്ക് ചന്ദ്രൻ കാണാൻ സാധിക്കില്ല, ഒരു കാരണവശാലും കാണാൻ സാധിക്കില്ല. ഇനി ഭൂതക്കണ്ണാടിയല്ല, ഏത് കണ്ണാടി വെച്ച് നോക്കിയാലും. അതിവിടെ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ
വളരെ അപ്പാരൻറ്റ് മൂൺ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വേറെ പേരുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഡിസ്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരിക്കലും കാണില്ല. അമാവാസി ദിവസം ചന്ദ്രനെ കാണുന്ന പ്രശ്നമില്ല, ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റില്ല. പിന്നെ വല്ല വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നൊക്കെ കാണാൻ പറ്റും, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ. കാരണം ഏത് വസ്തുവിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രകാശം വേണം. എക്സ്റേ എടുത്താൽ പോലും അതിന് പ്രകാശത്തിൻ്റെ വേറെ രീതിയിൽ രശ്മികളാണ് അവിടെ ഇടുന്നത്. അപ്പോൾ പ്രകാശമില്ലാതെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പ്രകാശമുള്ള ഭാഗം സൂര്യൻ്റെ ഭാഗത്തേക്കായിരിക്കും ഈ അമാവാസി ദിവസത്തിൽ. അതുകൊണ്ടാണ് കാരണം ഭൂമിയിൽ നിന്ന് മറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അതിനെ കാണാത്തത്. ഇതിൻ്റെ കോണകലം 90 ഡിഗ്രി ആവുകയും ഈ ദിവസം അർദ്ധരാത്രിയോടെ ചന്ദ്രൻ അസ്തമിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നോക്കിയാൽ ഈ 7 കണ്ടിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രി ആകുമ്പോൾ ഈ 7ാമത്തെ കല അസ്തമിച്ചിട്ടുണ്ടാവും. കാരണം 6 മണിക്കൂർ കഴിഞ്ഞല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം. വളരുന്ന ചന്ദ്രൻ, വാക്സിൻ ഗിബസ്. ഇനി വാക്സിൻ ഗിബസിനെ കുറിച്ചാണ് പറയുന്നത്. 8ാം ദിവസം അർദ്ധചന്ദ്രനിൽ നിന്ന് വീണ്ടും വളർച്ച ആരംഭിക്കുന്നു. ഇത് 14നോ 15നോ പൂർണ്ണ ചന്ദ്രനായി മാറുന്നു. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് തന്നെയാണ്. പൂർണ്ണചന്ദ്രൻ മാസത്തിൻ്റെ മധ്യത്തിൽ സംഭവിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും പൂർണ്ണചന്ദ്രൻ കിഴക്ക് ഉദിച്ചു വരുന്നത്. ഇതൊരു ടിപ്പാണ്. നമ്മൾ പൗർണമി ആണോ എന്നറിയാനായിട്ട് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കിഴക്ക് ചന്ദ്രൻ ഉദിക്കുന്നുണ്ടാവും. ആ മാസമധ്യത്തിൻ്റെ ഒരു രീതിയാണ് അത്. ഇങ്ങനെ അല്ലേ? അതിനിടയിൽ ഭൂമിയുണ്ട്. അപ്പോൾ ഈ സൂര്യപ്രകാശം മുഴുവനും ചന്ദ്രൻ്റെ ഡിസ്കിലേക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളതിനെ പൂർണ്ണചന്ദ്രനായിട്ട് കാണുന്നു. അപ്പോൾ ഭൂമി ഉള്ള ഇടയിൽ അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭൂമി ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ നീളം അടിക്കണ്ടേ? നടുക്ക് നിൽക്കുകയല്ലേ നമ്മൾ. ഇവിടുന്ന് ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ നീളം അവിടെ ഉണ്ടാവണ്ടേ? അപ്പം എന്ത് ചെയ്യും? അപ്പം എന്താ ഉണ്ടാവാത്തേ? അതുണ്ടാവുന്നുണ്ട്. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. എല്ലാപ്പോഴും ഉണ്ടാവില്ല, വർഷത്തിൽ 2 തവണ ഉണ്ടാവും എന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടിൽറ്റുണ്ട്. ചന്ദ്രൻ ഒരു 5 ഡിഗ്രി മാറിയിട്ടാണുള്ളത്. അപ്പോൾ അത് എക്സാക്റ്റ് ലൈനിൽ വരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഈ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിച്ച് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അതാർക്കും അറിയോ? ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതുകൊണ്ടിട്ടാണ്. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. കാരണം ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നതെങ്കിൽ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോഴാണ്, കൃത്യമായി നേർക്ക് നേരെ ലൈനിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ചന്ദ്രൻ്റെ മുഴുവൻ പ്രകാശിത ഭാഗവും ഭൂമിയിലേക്ക് അഭിമുഖമായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ പൂർണ്ണചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. 14നോ 15നോ ആയിരിക്കും ഇത് സംഭവിക്കുക. പൗർണമിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ചന്ദ്രനെ നിരീക്ഷിക്കേണ്ടത് രാവിലെയാണ്. എന്നുവെച്ചാൽ കിഴക്കാണ് നടത്തും. നമ്മൾ ഇത്രയും നേരം നോക്കിയത് പടിഞ്ഞാട്ടേക്കാണ്. രാവിലെ പുലർച്ചെ എന്നൊക്കെ പറയും. ഇവിടെ ഇത് പുലർച്ചെയും രാവിലെയും എന്ന് എഴുതേണ്ടി വന്നു ഞാൻ. പിന്നെ ഞാൻ ഇപ്പോൾ മാറ്റിയതാണ്. ശരിക്കും വേഡിങ്ങിൽ കയറി പിടിക്കുവാണല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. വെളുപ്പാങ്കാലം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നോക്കിക്കോ, കിഴക്കോട്ട് നോക്കിക്കോ, ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവിടെ പിന്നെയും അതിൽ കിഴക്കാണ് ഇതിനെ കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ നിരീക്ഷിക്കേണ്ട രാവിലെയാണ്. ഈ ദിവസം സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ ചന്ദ്രൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിരിക്കും. അത് പൗർണമിക്ക് ശേഷമുള്ള ദിവസങ്ങളിലാണ്. അത് പിന്നെ വീണ്ടും ക്രമമായി കുറഞ്ഞു തുടങ്ങുന്നു. എന്തായി? പൗർണമി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ പ്രകാശം ക്രമമായി കുറഞ്ഞു തുടങ്ങുന്നു. വെയിനിങ് ഫേസ്. ഈ തേയ്മാനം 21 അല്ലെങ്കിൽ 22 വരെ ആ ദിവസമാകുമ്പോഴേക്കും പകുതി രൂപത്തിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 3rd ക്വാർട്ടർ. ഇത് അങ്ങനെ വീണ്ടും വന്ന് അത് അമാവാസിയിൽ അവസാനിക്കും. അതിലേക്ക് വരാം. അവസാന പകുതി 22-ന് സംഭവിക്കുന്നു.
ചന്ദ്രൻ ആദ്യ പകുതിയിൽ പ്രകാശിത ഭാഗം പടിഞ്ഞാറ് വശത്തേക്കാണ് കണ്ടിരുന്നതെങ്കിൽ അവസാന പകുതിയിൽ അത് കിഴക്ക് ഭാഗത്തേക്കായിരിക്കും അഭിമുഖമായിട്ടായിരിക്കും കാണുക. എന്നുവെച്ചാൽ സുബഹിയുടെ സമയത്ത് നമ്മുടെ തലക്ക് മുകളിൽ എന്തുണ്ടാവും? ചന്ദ്രൻ ഉണ്ടാവും. സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. സൂര്യൻ ഉദിച്ചാൽ പിന്നെ കാണില്ല. കാരണം എന്താ? സൂര്യൻ ഉദിച്ചാൽ ഇതിനെ അവിടെ ഉണ്ട് സാധനം. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് ചക്രവാളത്തിൽ ചന്ദ്രനില്ലാത്ത ദിവസം എങ്ങനെ കണ്ടു, അന്തരീക്ഷത്തിൽ ചന്ദ്രനില്ലാത്ത ദിവസം എങ്ങനെയാണ് നിങ്ങൾ പെരുന്നാളാക്കി, ഇതൊക്കെ ചോദ്യം. ചന്ദ്രൻ എങ്ങും പോകുന്നില്ല, നമ്മൾ കാണാത്ത കുഴപ്പമാണ്. ചന്ദ്രൻ എങ്ങും പോകുന്നില്ല. ചന്ദ്രൻ എവിടെ ചന്ദ്രൻ പോട്ടെ, ഏതെല്ലാം ഗ്രഹങ്ങൾ, ഇപ്പോൾ നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഈ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, പിന്നെ വേറെ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശനി സൂര്യനെ ചുറ്റാൻ 24 വർഷം എടുക്കും. നാം കണക്കാക്കുന്നത് 24 വർഷം. അപ്പോൾ ഒരാൾക്ക് നമ്മുടെ ആയുസ് ചിലപ്പോൾ പ്രാവശ്യം കാണാൻ പറ്റുന്ന സാധനത്തിന്. പക്ഷെ എൻ്റെ കണക്ക് മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലേ? 24 വർഷം എടുത്താണ് ശനി സൂര്യനെ ചുറ്റുന്നത് എന്ന് നാം മനുഷ്യൻ കണ്ടെത്തി. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ കണക്ക് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് മുസ്ലിങ്ങളുടെ വിഷയമല്ല. ഇത് മവാഖീത്തുൽ ഇന്നാസ് എന്നല്ലേ പറഞ്ഞത് ഖുർആൻ. എന്താണ് നമ്മുടെ തീയതികൾ? ഇതെന്താണ്? വെറും നേരത്തെ നദീർ സാഹിബ് പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനാണ്, കല്യാണം നടത്താനാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവുമല്ലോ. കലണ്ടർ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിൽ കുറേ അധികം നാം മനുഷ്യനായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് മനുഷ്യനിൽ നിന്നും ഈ മവാഖീത്ത്, മനുഷ്യൻ്റെ തീയതികൾ മനുഷ്യനിൽ നിന്നും എന്തുകൊണ്ട് മാറ്റപ്പെട്ടു? എന്തുകൊണ്ട് ചന്ദ്രമാസ കലണ്ടർ മനുഷ്യൻ, നാം മാത്രമല്ല ഒരു സമുദായവും ഒരു മതവും ഇത് ഫോളോ ചെയ്യുന്നില്ല? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ചന്ദ്രമാസ കലണ്ടർ മനുഷ്യൻ്റെ കലണ്ടറാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ മനുഷ്യർ എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നില്ല? മനുഷ്യർ, മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശത്രു അതിൽ യഥാർത്ഥത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഇടപെട്ട് അതിനെ മനുഷ്യനിൽ നിന്നും അകറ്റുന്നു എന്നുള്ളതാണ്. കലണ്ടർ എന്തായാലും അനിവാര്യമാണെന്ന് പറഞ്ഞല്ലോ. ഈ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ തുടങ്ങി വെച്ച ഈ കലണ്ടർ ഇത് പോരാഞ്ഞിട്ടാണോ? അതിന് ന്യൂനത ഉള്ളത് കൊണ്ടിട്ടാണോ ക്രിസ്ത്യൻ കലണ്ടർ ഇപ്പോൾ ലോകത്ത് പ്രചാരത്തിൽ വന്നത്? നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതിനെ കോട്ടിമാട്ടി ഇതിനെ അലങ്കോലമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് പോയത്. കാരണം ഈ കാലഗണന എന്നുള്ളത് പൗരോഹിത്യത്തിൻ്റെ അണ്ടറിലുള്ളതാ. ഇത് മനുഷ്യരെല്ലാവരും നോക്കിയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അവരുടെ ആവശ്യക്കാര്യത്തിലില്ല. ആസ്ട്രോണമിസ്റ്റിൻ്റെ ആവശ്യം വരും, ജ്യോതിഷത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ മനുഷ്യരെല്ലാം അവരെ എന്ത് ചെയ്യണം? അവരെ സഹായം തേടണം, പൗരോഹിത്യത്തിൻ്റെ സഹായം തേടണം. അതുകൊണ്ടിട്ട് തന്നെ ഈ വിഷയം നമ്മളിൽ നിന്നും കൃത്യമായി അകറ്റി. അതുകൊണ്ടാണ് ചന്ദ്രമാസ കലണ്ടർ ഇപ്പോൾ ഫോളോ ചെയ്യാത്തത്. ലോകത്ത് ഒരു മതങ്ങളും ഫോളോ ചെയ്യുന്നില്ല. ചെയ്യുന്നത് ഇതാണ് പേരിന്. ഇപ്പോൾ ഏതായിരുന്നാലും ലോകത്ത് ക്രിസ്ത്യൻ കലണ്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ക്രിസ്ത്യൻ കലണ്ടർ നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? അത് കലണ്ടർ അടിച്ചു വരണ്ടേ? ക്രിസ്ത്യൻ കലണ്ടറിൻ്റെ ആധാരം എന്താണ്? ക്രിസ്ത്യൻ കലണ്ടറിൻ്റെ ആധാരം ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുന്നതാണ്, അല്ലേ? നാം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി എന്നുള്ളത്. നമുക്ക് ആകാശത്ത് നിരീക്ഷിച്ചാൽ മനസ്സിലാവോ? സാധാരണ ജനങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവോ? മനസ്സിലാവില്ലല്ലോ. പക്ഷെ ചന്ദ്രനെ നിരീക്ഷിച്ചാൽ മനസ്സിലാവില്ലേ?
ഇല്ലേ? ഈ രീതിയിൽ നിരീക്ഷിച്ചാൽ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും തുടക്കവും അവസാനമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇതാണ് മവാഖീത്തുൽ ഇന്നാസ്. അപ്പം നിങ്ങൾ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ചില അസുഖങ്ങൾ. എന്താണ് ചന്ദ്രൻ എന്താണ് നടത്തുന്നത്? ഞാൻ നേരത്തെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം എൻ്റെ ഇടയിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല, ഒരു അനിമേഷൻ കണ്ടിരുന്നല്ലോ. ചന്ദ്രൻ ഇങ്ങനെ പോകുന്നു, വെള്ളം, ഭൂമിക്ക് ചുറ്റും വെള്ളം എന്നുള്ള ഒരു പോയിൻ്റ് ഇട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ ആരെങ്കിലും? വെള്ളം ശ്രദ്ധിച്ചോ? ഭൂമിക്ക് ചുറ്റും ശ്രദ്ധിച്ചോ? വെള്ളം ഇങ്ങനെ, അതെന്താണ് നടക്കുന്നത് ശ്രദ്ധിച്ചോ? ചന്ദ്രനുള്ള ഭാഗത്തേക്ക് വെള്ളം നീങ്ങി നിൽക്കുന്നു അല്ലേ? നോക്കിയാ, ശ്രദ്ധിച്ചാൽ അത് കുറേ സമയം മണിക്കൂറോടെ അത് ഒഴിയത്. വേലി ഏറ്റവും വേലി ഇറക്കും. അപ്പം നിങ്ങൾ കടപ്പുറത്ത് പോകുമ്പോൾ മാനത്ത് നോക്കണ്ട, കടലിൽ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് തീയതി മനസ്സിലാവും. മനസ്സിലായോ? അപ്പം കടപ്പുറത്ത് പോയിരുന്നത് മാനത്ത് നോക്കാനല്ല, കടലിലെ വെള്ളത്തിൻ്റെ ലെവൽ നോക്കാനാണ്. ആ ലെവൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇന്ന് അമാവാസിയാണോ പൗർണമിയാണോ 7 ആണോ 10 ആണോ എന്നെല്ലാം. എന്താണ്? ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്, ലെവൽ മാറുന്നത്. ഇപ്പോൾ ചന്ദ്രൻ അമാവാസി ദിവസമാണെങ്കിൽ ഹൈ ടൈഡാണ്, അറിയാലോ. വേലിയേറ്റം എങ്ങനെ ഉണ്ടാവുന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ചന്ദ്രനാണ് എൻ്റെ കഥാപാത്രം, ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യണത്. ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇവിടെ പ്രളയം, ചന്ദ്രനെ പിടിവിട്ടാൽ ഭൂമിയിൽ പ്രളയം. ആരും ചിന്തിച്ചിട്ടുണ്ടോ അത്? എന്തുകൊണ്ടാണ് ലോകം അവസാനിക്കാൻ പോകുന്നു? ചന്ദ്രൻ പിളർന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിളർന്നിട്ട് ഇങ്ങനെ 2 വശത്തേക്ക് പോയതാ. ഒരിക്കലും അല്ലാട്ടോ, അങ്ങനെ ആരും വിചാരിക്കണ്ട. ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പിളർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതിനെ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ മനസ്സിലാവും. അതാണ് ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു പിളർപ്പിനെ നമ്മളിൽ നിന്ന് മാറ്റാൻ വേണ്ടി, മറയ്ക്കാൻ വേണ്ടി ഇവിടെ പ്രോഫറ്റിക് ലൈൻ, എന്തെല്ലാം ലൈനായിട്ടാണ് ശാസ്ത്രം വരുന്നത്. അത് പറഞ്ഞാൽ എഴുതി വിട്ടാൽ പിന്നെ അത് നമ്മുടെ ആൾക്കാർ ഏറ്റെടുത്തോളൂല്ലോ അല്ലേ? പ്രോഫറ്റിക് ലൈൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ പിളർന്നു പിന്നെ കൂടി. ചന്ദ്രൻ ഒരു ദിവസം അല്ല, ഒരു മാസം എടുക്കും, 29 ദിവസം എടുക്കും ഭൂമിയെ ഒന്ന് ചുറ്റാൻ. 12 ഡിഗ്രി അത് സഞ്ചരിക്കാൻ 24 മണിക്കൂർ എടുക്കും. പക്ഷേ ഇവിടെ പറയണെന്താ? ചന്ദ്രനെ പിളർത്തിയിട്ട് ആ മലയിലേക്കും പോയി ഈ മലയിലേക്കും പോയി, ഒരു നിമിഷം കൊണ്ടിട്ടെ. പിന്നെ ഖുർആൻ ഈ പറഞ്ഞതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? ഞാനത് വേറെ വിഷയമാണ്. ഇവിടെ ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരികയാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇത് തർക്കിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഉത്തരം പറയാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് പ്രായോഗികമാണോ? അള്ളാഹു പ്രായോഗികമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അശംസ് വൽ ഖമർ ബിൽ ഹുസ്ബാൻ എന്ന് കൃത്യമായി പറയുന്നിടത്ത് ചന്ദ്രൻ പിളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, അത് പ്രായോഗികമല്ല. പക്ഷേ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ആ ചന്ദ്രൻ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കാണുന്ന ക്രൈറ്റസ് അതാണ്. കണ്ടില്ലേ? കുറേ ഭാഗം ഇരുട്ടായിട്ട് കാണുമല്ലോ നമ്മൾ. പ്രകാശം അടിച്ചിരിക്കുന്ന ചന്ദ്രൻ തന്നെ കുറേ ഭാഗത്ത് നമ്മളിങ്ങനെ ഇരുട്ടായിട്ട് കാണാൻ പറ്റും. അത് വലിയ അഗാധമായ ഗർത്തങ്ങളാണത്. അതാണ് പിളർപ്പ്. ഭൂമി പിളർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ വിട്ട് അങ്ങടകൾ പോയതാണോ? അല്ലല്ലോ. ഭൂമി പിളർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി 2ആയി പിളർന്നത് അർത്ഥമില്ല. ചന്ദ്രൻ വീണ്ടും ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് 28 അല്ലെങ്കിൽ 29 ദിവസം വരെ ചന്ദ്രക്കലയായി തുടരും എന്ന് പറഞ്ഞാൽ അവസാനം ഇത് തേഞ്ഞ് ഉർജൂനക്കതിയുമായി മാറുന്ന ആ ഒരു ഘട്ടം വരെ അതൊന്നില്ലെങ്കിൽ 28 ആയിരിക്കും അല്ലെങ്കിൽ 29 അവസാനിക്കുക. ഇനിയാണ് അടുത്തതാണ് പ്രധാനപ്പെട്ട. അത് 30 ദിവസമുള്ള മാസമാണെങ്കിൽ അവസാനമായി ദൃശ്യമാകുന്ന ചന്ദ്രകല 29-ാം തീയതിയും 29 ദിവസങ്ങളുള്ള മാസമാണെങ്കിൽ അവസാനമായി ദൃശ്യമാകുന്ന ചന്ദ്രകല 28-ാം ദിവസവുമായിരിക്കും കാണുക. അപ്പോൾ
ന്യൂ മൂൺ സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പായിരിക്കും. അത് എല്ലായിടത്തും കാണുന്നില്ല കേട്ടാ, അതും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 ദിവസം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മറഞ്ഞു നിൽക്കും പറഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും കാണും. ഏത് കാണും? ഉർജുൻ കഥയും കാണും. അതുപോലെ ലോകത്ത് എവിടെയെങ്കിലും ഒന്നാമത്തെ ചന്ദ്രക്കലയും കാണും. ഒന്നാമത്തെ ചന്ദ്രക്കല കണ്ടിട്ട് ഡേറ്റ് തീരുമാനിക്കാൻ സാധിക്കില്ല, മനസ്സിലായി? അതുപോലെ ഉർജുൻ കഥയും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ടും ആ ദിവസം ന്യൂമണാക്കാനും പറ്റില്ല. കൃത്യമായ കണക്കുണ്ടതിന്. അത് നിങ്ങൾ നിരീക്ഷിച്ച് വരുമ്പോൾ മനസ്സിലാവും, നാളെ കാണില്ല, പക്ഷെ നാളെ ഉർജുൻ കഥയുമാണ്, നാളെ മാസം മാറില്ല, മറ്റേന്ന് തന്നെ മാറുള്ളൂ എന്ന് നിരീക്ഷിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് നിരീക്ഷണത്തിൽ മനസ്സിലായ കാര്യമുള്ളൂ. ഇത് വരുന്നത് കണ്ടല്ലേ, ഇതിങ്ങനെ അവസാനിച്ച് പോകുന്ന ഒരു ഇതാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അതാണ് കാണിക്കുന്നത്. ഒടുവിൽ അമാവാസി സംഭവിക്കുന്നു. ഇതോടെ മാസം പൂർത്തിയാവുകയാണ്. ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് വസിക്കുന്നതിനെയാണ് അമാവാസി എന്ന് പറയുന്നത്. ചന്ദ്രനും സൂര്യനും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണാത്തത്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. അതിൻ്റെ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് നമുക്ക്, നമ്മളിപ്പോൾ ഈ വലിയ റോഡിലൊക്കെ പോകുന്ന നല്ല ഹൈ ബീമിൽ ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ചുറ്റുവട്ടമൊന്നും കാണാൻ പറ്റില്ല, അല്ലേ? നമുക്ക് പലതും കാണാൻ സാധിക്കില്ല, ഒന്നും കാണാൻ പറ്റില്ല, ആ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന് ഉപയോഗിച്ച പദം ഉമ്മ എന്നാണ്. അതിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് ചന്ദ്രനെ കാണാതാവുന്നതിനാണ് ഉമ്മ എന്ന് പറയുന്നത്. അതാ റസൂല് പറഞ്ഞത്, ഫൈൻ ഉമ്മ ആലയ്ക്കും അക്കിമരുൽ ഇദ്ദത്ത എന്ന്. ചന്ദ്രനെ നിങ്ങൾ മറയപ്പെട്ടാൽ, മേഘം കൊണ്ട് മറയുമ്പോഴല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ടിട്ടല്ല, അത് മറയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? മാസത്തെ പൂർത്തീകരിക്കുക. കൃത്യമാണ്. നിങ്ങൾ വേറെ എവിടെയും ഒന്നും അന്വേഷിച്ച് പോകണ്ട. പല ആളുകളും പറയും, അന്നത്തെ കാലത്ത് റസൂലിന് ഇത്തരം സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നില്ലല്ലോ, കണക്കറിയില്ലായിരുന്നല്ലോ, ഇന്ന ഉമ്മത്തൻ ഉമ്മിയത്തൻ, എന്താ ആവേശത്തിലാണ് പറയണത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക? ഖുർആൻ പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞ നബി, അത് നബിയുടെ നാവിൽ നിങ്ങൾ കേട്ടത്. അശ്ശംസു വൽ ഖമറു ബിൽ ഹുസ്ബാൻ എന്ന് നബി തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. നമുക്കാർക്കും വഹി ഇറങ്ങിയിട്ടില്ലല്ലോ, നബിക്ക് ഇറങ്ങിയ വഹിയല്ലേ നമ്മളിലേക്ക് പറഞ്ഞു തന്നുള്ളത്. അതിൻ്റെ വചനങ്ങൾ എന്താണ്? അതിൻ്റെ വചനങ്ങളാണ്. ആ വചനങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പിന്നെ ഈ ഹദീസ് പൊക്കി പിടിച്ച് നടക്കോ? ആലോചിക്കണം നിങ്ങൾ. എത്രത്തോളം ലജ്ജാകരമായിട്ടുള്ള ഒരു പ്രചരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നും അറിയാത്തവരാണ്, കണക്കറിയാത്തവരാണ്, എന്താണ് എഴുതാനും വായിക്കാൻ അറിയാൻ പാടാത്തവരാണ്, എഴുതുന്ന ആളാണ്, വാട്സപ്പിൽ മുട്ട എഴുത്താണ്, കണക്കും വരും, ഒരു കുഴപ്പമില്ല. പക്ഷേ പറയണത് എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു. ആലോചിക്കേണ്ടത് നമ്മൾ. ഒടുവിൽ അമാവാസി സംഭവിക്കുന്നു. ഇതോടെ മാസം പൂർത്തിയാവുകയാണ്. ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് വസിക്കുന്നതിനെയാണ് അമാവാസി എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരുമിച്ച് സഞ്ചരിക്കവേ ചന്ദ്രൻ സൂര്യനെ മറികടന്ന് അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെയാണ് കൺജങ്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ ദിവസത്തിൽ ഭൂമിയിൽ നിന്ന് എവിടെയും ചന്ദ്രൻ ദൃശ്യമാകില്ല. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണത്. നിങ്ങളുടെ മേൽ ചന്ദ്രൻ മറയപ്പെട്ടാൽ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുക. ഇതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. ചന്ദ്രൻ മറയുന്നത് മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ മാത്രമാണ്. അതാണ് അമാവാസി അഥവാ ന്യൂ മൂൺ. ചന്ദ്രൻ അപ്രത്യക്ഷമാകുമ്പോൾ മാസം പൂർത്തിയാക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമാവാസി ദിവസം ചന്ദ്രനെ പൂർണ്ണമായും അദൃശ്യമാണ്. നബിയുടെ ഈ വചനമാണ് ചന്ദ്രമാസത്തിൻ്റെ മാനദണ്ഡം. കൃത്യമായിട്ട് നമുക്കെല്ലാം കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ജനിക്കുന്നതിന് മുൻപും ഈ ഹദീസ് പ്രബലമായിട്ട് ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസാണ്. സൂമൂലിരുത്തി എവിടെ എന്താ വെച്ച് പറഞ്ഞാലും അപ്പം തന്നെ പറയും, പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വർത്താനമില്ല, പിന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കണക്കൊക്കെ ശരിയാണെന്ന് പക്ഷേ പ്രവാചകൻ പറഞ്ഞെന്താ? കാണാൻ പറഞ്ഞിട്ടുണ്ട്. മേഘം മൂലം മറയപ്പെട്ട
30 പൂർത്തിയാക്കിക്കോളാൻ പറയും. ഈ പറഞ്ഞ പാർട്ടിയോട് ഇത് എവിടെ കാണുന്നു, നിങ്ങൾ മേഘം മൂലം മറയപ്പെടുമ്പോഴാണ് നിങ്ങൾ 30 പൂർത്തിയാക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. നിങ്ങളിത് സംശയം കൊണ്ട് അതാണ് നിങ്ങൾ 30 പൂർത്തിയാക്കുന്നത്. ഇതൊന്നുമല്ല, അങ്ങനെ ഒരു പ്രാക്ടീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചന്ദനം കാണാതിരിക്കുന്ന മാവിൻ്റെ എന്നാ. പിന്നെ സൗദി അറേബ്യ പല ടെക്നിക്കുകളും ഉടായ്പകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. കാരണം പല പ്രാവശ്യവും ജിരി കമ്മിറ്റിയുടെ പെരുന്നാളും നോമ്പുമായിട്ട് ഒത്തു വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈദ്ഗാഹിൽ വെച്ച് ആൾ കൂടാറുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ടും സൗദിയോട് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ കൂടും. അതല്ല, ഒരു സൗദിയും വരില്ല, ഒരു കാദിയും വരില്ല, ഒരു പണ്ഡിതനും ഉണ്ടാവില്ല ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ. നമുക്ക് എല്ലാവർക്കും കാര്യമല്ലേ. നമ്മൾ നേരെ അള്ളാഹുവിൻ്റെ ഉത്തരം പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളൂ? റസൂൽ പഠിപ്പിച്ചോ പണ്ഡിതന്മാർ നിങ്ങൾക്ക് സഹായത്തിനുണ്ടാകും? പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? ഓരോരുത്തരും ഇവിടെ നേരത്തെ ഒരാൾ ചോദിച്ചു, എന്താണ് ചോദിച്ചത്? ഇത് നടക്കുമോ? ഈ ലോകത്ത് ഇതെല്ലാവരും ഒരുമിച്ച് വരുമോ? നിങ്ങളൊരാൾ ചെയ്യുമോ? അല്ലാഹ് നോക്കുന്നത് ലോകത്തൊരു മാസ് ആളുകളുടെ അടുത്തേക്കല്ല, നിങ്ങളെ ഓരോരുത്തരുടെ കൽബിലേക്കല്ല നോക്കണത്. വളരെ കൃത്യമായിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾക്കെന്താ പേടി? നിങ്ങൾ അല്ലാഹനെ പേടിച്ചാൽ പോരെ? അല്ലാഹ് പറഞ്ഞത് എന്നെ മാത്രം ആരാധിക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ആ സിസ്റ്റത്തെ ആരാധിക്കാൻ പറഞ്ഞോ? നിങ്ങളുടെ ഖാദീനെ ആരാധിക്കാൻ പറഞ്ഞോ? നമ്മൾ ഈ തൗഹീദൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ ഇടയിലുണ്ട്. അവിടെ തൗഹീദിൻ്റെ ആളുകളോടും അവരും പഠിപ്പിക്കണത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്, നിങ്ങളനുസരിച്ചോളണം. ആ രീതി തന്നെ അവർ പഠിപ്പിക്കണത്. അവരടിമപ്പെടാനാണ് അവർ പഠിപ്പിക്കുന്നത്. ലോകം അതാണ്. ലോക പൗരോഹിത്യത്തിന് ഒറ്റ സ്വഭാവമുള്ളൂ. പൗരോഹിത്യത്തിന് ഒരു സ്വഭാവമുള്ളൂ. അത് എന്താ പറയുക, സുന്നിയാണെങ്കിലും കൊള്ളാം, മുജാഹിദാണെങ്കിലും കൊള്ളാം, ഏത് ജാഹിലാണെങ്കിലും കൊള്ളാം, അത് തന്നെയാണ്. ഈ ഒരു മാനദണ്ഡം സ്വീകരിച്ചാൽ മാത്രമേ ലോകർക്കെല്ലാം ഒരു ദിവസത്തിൽ തന്നെ നോമ്പിലും പെരുന്നാളിലും പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മാനദണ്ഡം സ്വീകരിച്ചാൽ നേരത്തെ പറഞ്ഞ ആൾക്കുള്ള മറുപടിയായി അദ്ദേഹം ഇത് ഫോളോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നമസ്കാരം കൃത്യമായി നടത്തുക, നോമ്പ് പറഞ്ഞ രീതിയിൽ നടത്തുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കി ചെയ്യുമ്പോൾ പടച്ചവൻ്റെ അടുത്ത് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്തു എന്ന് പറയാം. അല്ലാതെ ഹിജ്രി കമ്മിറ്റി ആയാലും കൊള്ളാം, ഹിലാൽ കമ്മിറ്റി ആയാലും കൊള്ളാം, ഏത് കമ്മിറ്റിക്കാർ പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യാൻ നിൽക്കണ്ട. കാര്യം പഠിച്ചിട്ട് ചെയ്താൽ മതി. കാരണം ബാനറൊക്കെ മാറും. നാളെ വേറെ ബാനറിലായിരിക്കും ചിലപ്പോൾ വേറെ ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നത്. ആശയം മാറില്ല. ആശയം നാം പറയണത് ഖുർആനിൽ നിന്നാണ്, നബി വചനത്തിൽ നിന്നാണ്. അതൊരിക്കലും മാറില്ല. ഇവിടെ അടയാളം ഞാൻ പറഞ്ഞല്ലോ, അതെ, ഈ ഒരു മാനദണ്ഡം സ്വീകരിച്ചാൽ മാത്രമേ ലോകർക്കെല്ലാം ഒരു ദിവസത്തിൽ തന്നെ നോമ്പിലും പെരുന്നാളിലും പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദിവസത്തിൽ ചന്ദ്രക്കലയുടെ കൊമ്പിൻ്റെ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തിരിയുന്നത് ഇത് മാസങ്ങളെ വേർതിരിക്കുന്നതിൻ്റെ അടയാളമാണ്. ഈ മറ്റേ സൂര്യഗ്രഹണത്തിന് നമുക്കിങ്ങനെ കാണാൻ പറ്റും, കവർ ചെയ്ത് പോവും. പക്ഷേ കുറച്ച് അകലെ എത്തിക്കഴിഞ്ഞാലാണ് അവിടെ നിന്ന് ഒരു 20 മണിക്കൂർ കഴിയുമ്പോഴാണ് ചന്ദ്രൻ പടിഞ്ഞാറ് പ്രത്യക്ഷപ്പെടുന്നത്. പടിഞ്ഞാറ് കാണുന്ന ചന്ദ്രൻ 12 മണിക്കൂർ മുമ്പ് കിഴക്ക് ഉദിച്ചതാട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകൾ അവിടെ ഉദിച്ചു വരുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ 1-ാം തീയതി തുടങ്ങിയിട്ട് എത്ര സമയമായി? അപ്പോൾ ചക്രവാളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മോളിൽ കൂടി പോയി, നമ്മൾ അറിഞ്ഞിട്ടില്ല. സുബൈക്ക് ഉദിച്ചു, നമ്മൾ കണ്ടില്ല, കാണാൻ പറ്റില്ല. പിന്നെ അതിങ്ങനെ പോയി ദോഹറിന് നമ്മൾ മുകളിൽ വന്ന് സൂര്യനൊപ്പം പോയി ഇത് അസ്തമിച്ചു. എന്നിട്ട് അതെല്ലാം കഴിയുമ്പോൾ പോയി നോക്കുന്നു. ഉപസംഹാരം: മാസത്തിൻ്റെ 1-ാം തീയതിയുടെ ചന്ദ്രൻ സൂര്യന് ശേഷം ഉദിക്കുകയും അന്ന് തന്നെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യാസ്തമനത്തിന് ശേഷം അസ്തമിക്കുകയും ചെയ്യും. അസ്തമന സമയത്ത് ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷമാവുകയും ചെയ്യും. 1-ാം തീയതി വൈകുന്നേരം ഉണ്ടോ? അത് 1-ാം തീയതി പ്രവേശിക്കേണ്ട സുബഹിക്കാണ്. ചന്ദ്രൻ അതിൻ്റെ സമയത്ത് കാണുള്ളൂ. പക്ഷേ നിങ്ങൾ ഫജറിന് തന്നെ ദിവസത്തിൽ പ്രവേശിക്കണം. ചന്ദ്രനെ കണ്ടില്ലാതെ കൊടുത്തിട്ട് നോമ്പ് പിടിക്കാതിരിക്കുകയോ പെരുന്നാൾ ഇത് ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. കാരണം അതന്ന് വൈകിട്ട്, പെരുന്നാളന്ന് വൈകിട്ട് കാണാൻ പറ്റുള്ളൂ. അതിനെ മനസ്സിലാവണ്ട? എന്നിട്ട് പറയൂ,
അതായത് പിന്നെ കോമിക്കാണ്. ഞാൻ ഇങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിച്ചത് കുഴപ്പമില്ലല്ലോ അല്ലേ. എന്നുവെച്ചാൽ നമ്മുടെ ഒരു നോമ്പ് പോയിട്ടാ. അതെ 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 അതെ, പുള്ളിയൊക്കെ നമ്മുടെ ഇതിൻ്റെ മെയിൻ ആൾക്കാരാണ്. ഇത് അദ്ദേഹം മാങ്ങോട്ട് സാഹിബ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിനുവേണ്ടി ജീവിതം ഒഴിച്ച് വെച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അദ്ദേഹത്തിന് കുറേ പഠനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ കമ്മിറ്റിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പുള്ളി മറ്റേ കാബയായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഹജർ അസുഖമായിട്ട് ബന്ധപ്പെട്ടും അതിനോടനുബന്ധിച്ച് നമ്മുടെ എന്താണ് പറയുക ഈ പറഞ്ഞ ന്യൂമൂൺ അതിനെ ഉപമിച്ചുകൊണ്ട് ആ തവാഫാണല്ലോ അവിടെ നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഓരോ വിഷയം ഓരോ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഈ അടുത്ത സെഷന് പറയാം. ആരെങ്കിലും ഈ കല കണ്ടതിന് ശേഷം മാസം ആരംഭിക്കുകയാണെങ്കിൽ അവർക്ക് റമദാനിലെ ആദ്യ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ അത് അല്ലേ. ഇത് കണ്ടിട്ടാണ് നോമ്പ് പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത് മൂന്നാം ദിവസം വരെയും കാണാൻ പോണത്. അപ്പോൾ പ്രശ്നം ഒരു പ്രാവശ്യം ഒരു ദിവസം കാണാതിരുന്നാൽ മതി, ബാക്കി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളും. ഒരു ദിവസം കാണാതിരുന്നാൽ മതി അല്ലേ. കലയെ കണ്ടതിന് ശേഷം ഇതിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവർക്ക് പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് പ്രവാചകൻ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൃത്യമായിട്ട് ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം പെരുന്നാൾ, ഇതിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണെങ്കിൽ പിന്നെ ഈ നബി ഇത്ര ഇതായിട്ട് ചെയ്യുമോ? നിങ്ങൾ പെരുന്നാൾ ദിവസം നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറയുമ്പോൾ ഇതിന് കൃത്യത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ആ വാക്ക് പറയണ്ട, അത് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. ഈദുൽ ഫിത്തറിനും അതുണ്ട്, ഈദുൽ അദ്ഹയ്ക്കും അതുണ്ട് അല്ലേ, അറഫ നോമ്പ്. അപ്പോൾ ആ വിവേചിച്ച് മവാക്കീത്ത് തന്നെയാണിത്. ആ മവാക്കീത്ത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ, ഒരു സംശയം വേണ്ട. അതുകൊണ്ടിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ കൽബിലേക്കാണ് നോക്കണം, നമ്മൾ അറിവ് സമ്പാദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഉമ്മിയാണോ? നബീനെ കുറിച്ചിട്ട് ഇങ്ങനെ ഏറ്റവും വലിയ അവാദം പറഞ്ഞു നടക്കലാണ് നമ്മുടെ പണി. ലോകത്തുള്ള ആളുകൾ മുഴുവൻ നബിയുടെ ചെയ്തികളെ കുറിച്ചിട്ട് നബി ലോകത്തിലെ ഒരു സയൻറ്റിസ്റ്റാണ്, ഡോക്ടറാണ്, അതാണ് ഇതാണെന്നൊക്കെ മറ്റുള്ള മത്സരം ഓരോ ഗവേഷകരെ കണ്ടെത്തുമ്പോൾ ഇവിടെ എപ്പോഴും ഉമ്മയാന്ന് പറഞ്ഞിരിക്കുക. കല്യാണം കഴിച്ച വിഷയം കുറേ ഉണ്ട് പറയാം. ഓക്കെ, ഇത് കണ്ടതിന് നന്ദി. ഞാനാണ് നന്ദി പറയട്ടെ, നിങ്ങൾ നന്ദി പറയണ്ട. ഇതിൻ്റെ അകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ. വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ഇറക്കിയിട്ടുണ്ട്, ഈ 4000 വർഷത്തെ കലണ്ടർ. അത് നിങ്ങൾ ഇതൊക്കെ തോന്നുന്നു അല്ലേ? ഇതിൽ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കലണ്ടർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു കൊടുക്കുക. ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ അതിനകത്ത് അവിടെ കാർഡുണ്ട്. ഈ കാർഡൊന്നും എല്ലാവർക്കും ഒന്ന് സപ്ലൈ ചെയ്താലും നല്ലതായിരിക്കും. അവിടെ ഉണ്ട്, ഈ കാർഡിനകത്ത് തന്നെ നമ്പറും ഉണ്ട്. ഇത് എൻ്റെ കാർഡല്ല കേട്ടോ, ഈ ആൻഡ്രോയിഡ് ആപ്പിന് വേണ്ടിയിട്ടുള്ള കാർഡാണ്. അത് ഈ വശത്ത് സ്കാൻ ചെയ്താൽ എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഈ വശത്ത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായിക്കുകയും ചെയ്യാം. അത് ഇതിനുള്ള ചിലവാണ്. ഈ ആപ്പ് ഉണ്ടാക്കാൻ 2.5 ലക്ഷം ചിലവുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ഇത് ടിപ്സിൻ്റെ മെയിൻ ആൾ അലി മണിഫാൻ തന്നെയാണ്. അത് ഞാൻ അനിമേറ്റ് ചെയ്ത്, ഞാൻ ഒബ്സർവേഷൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടി നമുക്ക് ഗവേഷണം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അലി മണിഫാനെ നിങ്ങളെല്ലാവരും സ്മരിക്കണം, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്ന നിരീക്ഷണം തുടരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.